ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതിപ്പം നല്ലൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. നല്ലതെന്ന് പറയുന്നതാണ്, അത്രയും ടേസ്റ്റുള്ളൊരു എഗ്ഗ് ബിരിയാണി. പിന്നെ ഇതിപ്പോൾ പുതിയ ചട്ടി ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പം ഞാനതിൽ എഗ്ഗ് മസാല ഉണ്ടാക്കിയിട്ട് അത് തന്നെ ചോറെല്ലാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ബസുമതി റൈസിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ സാധാ അരിയിലും ഉണ്ടാക്കുക, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ബസുമതി റൈസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ അരി കുറച്ചുണ്ട്, അപ്പോൾ അത് പോയില്ലേ, അതുകൊണ്ട് വെച്ച് നോക്കിയതാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ആദ്യം ചട്ടി വെച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെന്ന്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. കാരണം വെളിച്ചെണ്ണ കുറച്ച് വല്ലാണ്ട് കട്ടയായി പോയിന്. അപ്പോൾ അത് കുറച്ച് അങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3 വലിയ ഉള്ളി ഇട്ട്, വലിയ ഉള്ളി തന്നെ ഇട്ടത്. അത് നന്നായി വാടിയതിന് ശേഷം ഈ എണ്ണ നല്ലോണം ചൂടായിട്ട് ഉള്ളി ഇടണേ. എന്നിട്ട് നന്നായി വാടിയതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചതിട്ട്, സാധാ ചിക്കൻ ബിരിയാണിയെല്ലാം വെക്കുന്ന പോലെ തന്നെ. പക്ഷെ ഒരുപാട് ചിക്കൻ മസാലയോ മറ്റേ ഗരം മസാല ഒന്നും ഇടാൻ പാടില്ല. പിന്നെ അതെല്ലാം വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ തക്കാളി ഇട്ട്, ഉപ്പിട്ട്, കുറേ അധികം മല്ലിയില ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട്, ആ മുട്ട ഇട്ടിട്ട് കുറച്ചൊരു മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കുക. എല്ലാം വാടിയതിന് ശേഷമാണ് ഈ പറയുന്നത് എല്ലാം. പിന്നെ ആദ്യം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസുമതി അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. ആദ്യം അരമണിക്കൂർ കുതിർത്ത് വെച്ച്, പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വേവിച്ചെടുക്കാമല്ലോ. അങ്ങനെ വേവിച്ച് വെച്ച് ചോറെന്ത് ചെയ്യും, ഇതിൻ്റെ മേലേക്ക് ഈ തീ ഓഫാക്കാണ്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചോറ് കുറച്ചിട്ട്, കുറച്ച് മല്ലിയിലയും ഗരം മസാലപ്പൊടി ഇട്ട്, പിന്നെയും ചോറിട്ട്, അങ്ങനെ ആക്കിയിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം വിളമ്പുക കേട്ടോ. അത്രയും ടേസ്റ്റുള്ള, വെറുതെ പറയുന്നതല്ല, കഴിച്ചതിന് ശേഷം പറയുന്നതാണ്, ടേസ്റ്റ് ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആമിക്ക് പറയാൻ ഇഷ്ടമാണല്ലേ ആമി, അതുകൊണ്ട് ആമി പറഞ്ഞത്. എന്നാൽ പിന്നെ ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.